രാവിലെ മക്കളുമാരെ എങ്ങനെ ഉറക്കത്തിൽ നിന്ന് വിഷമിപ്പിക്കാതെ വിളിച്ചെടുത്താന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജനകന്റെ വീട്ടിലോട്ട് പോകണമെന്നുള്ള കാര്യം ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുട്ട മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജനകന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ജനകന് കുറച്ച് റംബൂട്ടാനും കൂടെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ച കുറച്ച് റംബൂട്ടാനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ജനകന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജനകന്റെ വീട്ടിൽ പോകാനും കളിക്കാനും ഒക്കെ. അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ജനകൻ ചോദിക്കും ആംബ്രൂസും റോസിനും ഒക്കെ എവിടെയെന്ന് ചോദിക്കുക. ചെന്നപ്പോൾ തന്നെ ചേട്ടന് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. ചേട്ടൻ നേരത്തെ എണീറ്റതാണ്, എന്നിട്ട് പുറത്തോട്ട് വന്നിരിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചേച്ചീനെയും മോനെയും കൂടെ വിളിക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ രണ്ടുപേരെയൊക്കെ വിളിച്ച് ഉണർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനകൻ്റെ അടുത്ത് ഇവർ വന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ജനകന് ഒരു മടിയും കൂടാതെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ കളിക്കാൻ ആളെ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് കേട്ടോ എണീറ്റത്. ഇല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ ഒരു അരമണിക്കൂർ മുന്നെയാണ് ഉറക്കം എണീക്കാറുള്ളതെന്നാണ് കേട്ടോ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്ന. അപ്പം മൂന്ന് പേരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളുമാര് കളിക്കുന്നതിനിടയിൽ തന്നെ ചേച്ചി ചായയും കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് അലുവയും അതുപോലെ തന്നെ ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളും ചെടികളും ഒക്കെ കണ്ടാസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെനിക്ക് ഈ റോസാപ്പൂ കാണുമ്പോഴും നമ്മുടെ ആ കുട്ടിക്കാലമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. സ്കൂളിൽ പോകാൻ നേരത്ത് രണ്ടു വശം പിന്നിയിട്ട് രണ്ട് കൊമ്പൊക്കെ വെച്ചിട്ട് അതിൽ ഈ റോസാപ്പൂ ഒക്കെ വെച്ചിട്ട് പോകുന്ന ആ രംഗം മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ പോകാൻ നേരം ജനങ്ങൾ കാറ്റാളൊന്ന് സീയൊക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാമറാമാൻ ബാക്കിലിരുന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, സീ യു.